കുറെ കാലത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങൾ കേൾക്കുന്നത്, ഞാനെങ്ങനെ കേൾക്കുന്നതെന്ന് അറിയും. മൃഗശാല സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭ്രാന്താലയും ബിഗ് ബോസും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, ഭ്രാന്താലയത്തിൽ ചങ്ങലയുണ്ട്, ബിഗ് ബോസിൽ ചങ്ങലയില്ല. ബിഗ് ബോസിൽ വരുന്ന ഓരോ ആൾക്കാർക്ക് ലാലേട്ട നല്ല ഹൈപ്പ് കൊടുക്കും. ഇൻഫ്ലുവൻസറാണ്, കണ്ടന്റ് ക്രിയേറ്ററാണ്, ചക്കയാന്ന്, മാങ്ങയാന്ന്, തേങ്ങയാന്ന്, അങ്ങനെ എന്തൊക്കെയോ പറയും. പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, വരുന്ന ഒറ്റൊരുത്തനെ പോലും ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അറിയില്ല. അങ്ങനെയില്ല ഏതെല്ലോ ഓട്ടാവളയന്മാരെയാണ് ഇവര് പിടിച്ചോണ്ടിരുന്നത്. ഇത് ആരാന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങ് തൊട്ട് ഇങ്ങ് വരെയില്ല, മുക്കിലും മൂലയിലും ഇല്ല അപരാധങ്ങളെ പിടിച്ച് ഇവർ കൊണ്ടുവരും. എന്നിട്ടൊരു വീട്ടിൻ്റെ അകത്തിട്ടൊരു കോമാളിത്തരം കാണിക്കും. ബിഗ് ബോസിൽ കയറാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടാത്തത് തലച്ചോറ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നാടകം കളിക്കാൻ അറിയാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, വായിൽ നാവ് 1 മീറ്ററെങ്കിലും ഉണ്ടാവും. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിഗ് ബോസിൽ കയറാൻ പറ്റൂ. ഒരു പ്രത്യേകതര പാറ്റേണിലാണ് ഗൈസ് ബിഗ് ബോസിൽ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. നാടകം കളിക്കുന്ന ഒരുത്തൻ, LGBTQ എന്ന് ഒരുത്തൻ, പ്രേമിക്കാൻ വേണ്ടി ഒരു കപ്പിൾസ്, അടി ഉണ്ടാക്കാൻ ഒരുത്തൻ, വഴക്കുണ്ടാക്കാൻ ഒരുത്തൻ, വൃത്തിമനാറില്ലാത്ത ഒരുത്തൻ. ഇതുപോലെയാണ് ബിഗ് ബോസിൽ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആൾക്കാരെയാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നത്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക കോമാളി ആവാം. നിങ്ങളെ കോമാളിത്തരം കണ്ട ആൾക്കാർ ചിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിക്കാനും ആൾക്കാർ ബിഗ് ബോസിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ, പൈസക്ക് വേണ്ടിയല്ല ഗൈസ്. പൈസക്ക് വേണ്ടിയാണ്, പക്ഷെ പൈസ കൊടുത്താലും കിട്ടാത്തൊരു സാധനമുണ്ട്, ഫെയിമിന് വേണ്ടിയാണ് ആൾക്കാർ ബിഗ് ബോസിൽ പോകുന്നത്. ബിഗ് ബോസിൽ കയറി നല്ല ഫെയിം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മോണിറ്റൈസ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നമ്മളെ സ്വന്തം ബിസിനസ് ചെയ്യാം, നമുക്ക് നമ്മളെ സ്വന്തം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ നല്ല അഡ്വാൻറ്റേജസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ടും കൂടിയാണ് ആൾക്കാരെല്ലാവരും ബിഗ് ബോസിൽ പോകുന്നത്. ബിഗ് ബോസ് കണ്ട് ഞാൻ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഗൈസ്. ഇത് ഭ്രാന്താലിയാണോ മൃഗശാലയാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇത്ര വലിയ അപരാധമാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. എങ്ങനെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ അടിപിടി ഉണ്ടാകുന്നത് ദൈവത്തിന് പോലും അറിയില്ല. കൊച്ചു പിള്ളേരെ പോലെ തുപ്പിയ തൂറിയ കേസിനായിരിക്കും ഇവർ അടി ഉണ്ടാക്കുന്നത്. ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഇവർ സെലക്ട് ചെയ്യുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പരദൂഷണം പറയാൻ പോകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന മൃഗശാലയെ കുറിച്ചാണ് ഗൈസ്. നമ്മുടെ ആദ്യത്തെ വെറുപ്പിക്കൽ കണ്ടസ്റ്റന്റ് ആണ് രേണു സുധി. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവരിങ്ങോട്ട് കെട്ടിയെടുക്കുന്നു. ബിഗ് ബോസിൽ കാലുകുത്തിയ സെക്കൻഡ് തൊട്ട് ഇവർ അഭിനയിച്ച് തകർക്കുകയാണ് ഗൈസ്. അഭിനയിച്ച് ജീവിച്ച് കാണിക്കുന്നെന്ന് വേണം പറയാൻ. ദേഹം കഴുകിയിട്ട് ഈ ഡ്രസ്സ് ഇടാണ്ടിരിക്കാൻ എന്താ ഈ ഡ്രസ്സിൽ തൂറി വെച്ചാ നിങ്ങള്? അല്ല, വീട്ടിൽ നിന്ന് വരുമ്പോ വേറൊന്നും എടുത്തിട്ടൊന്നുമില്ലേ? ഈ ഒരു ഒറ്റ ഡ്രസ്സ് എടുത്തിട്ടാണോ വന്നത്? ഈ ഒരൊറ്റ പാവാടി ഈ ചുമല കുപ്പായം മാത്രം എടുത്തിട്ടാണോ നിങ്ങൾ വന്നത്? എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പൊറോട്ട് നാടകം കളിക്കുന്നത്? സത്യം പറ, ആ ഡ്രസ്സ് ഇടാണ്ടിരിക്കാൻ നിങ്ങളെന്താ ആ ഡ്രസ്സ് തൂറി വെച്ചാ? പാവം ഗൈസ്, ആരും മൈൻഡ് ആക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് മൈൻഡ് ആക്കുക ആന്റീനെ. ഗൈസ്, നമ്മുടെ അടുത്ത വെറുപ്പിക്കൽ കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. ഇയാള് വന്നപ്പോ തൊട്ട് വെറുപ്പിക്കല്. എന്തൊരു വെറുപ്പിക്കല്! ശാരിക, നിങ്ങളിത് അർഹിക്കുന്നു. എന്താടാ, നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവും? ഇവന്റെ പെരുമാറ്റം കണ്ടിച്ച് എനക്കൊന്ന് ചേച്ചീന്റെ ഇന്റർവ്യൂ ഒറ്റ പോലും മുടങ്ങാണ്ട് ഇവൻ കാണുന്നുണ്ട്. ഞാൻ ശാരികയോട് ചോദിച്ചു, ശാരിക എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ശാരിക പറഞ്ഞു, ഹോട്ട് സീറ്റിൽ ആങ്കർ ആയിട്ട് ഇന്റർവ്യൂവർ ആണെന്ന് ഒക്കെ പറഞ്ഞു. സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ആ ഷോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്ര നാള് ശാരിക എന്ന ആങ്കർ മലയാളി ഓഡിയൻസിനെ പൊട്ടന്മാരാക്കായിരുന്നു. എന്ത് പൊട്ടത്തരാടാ നീ പറയുന്നത്? എല്ലാ ഇന്റർവ്യൂസും സ്ക്രിപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. അതെല്ലാം നാട്ടുകാരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യം എന്ത്? ബിഗ് ബോസിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ സ്ക്രിപ്റ്റാണ്, പക്ഷെ അത് ബിഗ് ബോസ് നാട്ടുകാരടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? എനിക്കൊന്നും വേറെ പണിയില്ലടാ ഈ തുന്നതിനും തൂറിയതിനും അടിയുണ്ടാക്കി നടക്കാൻ. ചേച്ചി ഇന്റർവ്യൂവിന്റെ ഇടയിൽ സ്ക്രിപ്റ്റ് ചെയ്തത് നാട്ടുകാരടുത്ത് പറഞ്ഞിട്ടില്ല എന്നതാണ് ഇയാളെ പ്രശ്നം. അവിടെ മരപ്പെട്ട എല്ലാ TV ഷോസ് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ നാട്ടുകാരടുത്ത് പാടി നടക്കുന്നില്ല. ഈ സ്ക്രിപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാണ് നാട്ടുകാരടുത്ത് പറയുന്നത്? എല്ലാവർക്കും അറിയാം എല്ലാ ഇന്റർവ്യൂസും സ്ക്രിപ്റ്റ് ആണ്, പക്ഷെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾ ഒരു സ്ത്രീ വിരുദ്ധനാണ് ഗൈസ്. പക്ഷെ ഇയാൾ പെണ്ണുങ്ങളെ കൂടെ മാത്രമേ നടക്കൂ, പെണ്ണുങ്ങളെ കൂടെ മാത്രമേ അടിയുണ്ടാക്കൂ. ഏത് നേരം പെണ്ണുങ്ങളെ ബാക്കിൽ അടിയുണ്ടാക്കി നടക്കുന്ന ഗൈസ്. ഇയാൾ സ്ത്രീ വിരുദ്ധനാ പോലും, സ്ത്രീ വിരുദ്ധൻ. ഇയാൾ വന്ന ടൈമിൽ തന്നെ ചൊറിഞ്ഞത് അനുമോളെയാണ് ഗൈസ്. ഇയാൾക്ക് എന്തിനു ചൊറിച്ചില്ലാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാണുന്നില്ല, അടുത്ത് വന്നാലേ കാണാൻ പറ്റും. എന്നാ അവിടെ തന്നെ നിന്നോ, കാണണ്ട. എന്തെന്ന് വർത്താനാണ് ഇവൻ പറയുന്നത്? എന്തൊരു വെറുപ്പിക്കലാന്ന്! വന്ന ടൈം തൊട്ട് ഇവൻ വെറുപ്പിച്ചോണ്ടിരിക്കുന്നു. ഇവൻ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ഞാൻ വരും, വരാൻ പാടില്ല. ഇനി ഇതെന്റെ മാത്രം സ്വന്താണ്. സോ ഇനി ഒരാളെ കടത്തരുതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. മോനെ ഇത് മോന്റെ ഡാഡി വക സ്വത്താണോ മോനെ? പിന്നെ എന്തിനാ മോനെ ബിഗ് ബോസ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടത് മോനെ? അല്ല, ആരാന്ന് മനസ്സിലായില്ലല്ലോ. ഇയാളെന്താ മോഹൻലാലെ കളിക്കുന്ന? എന്റെ പേര് അനുമോൾ. നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല. നിന്റെ അടുത്ത് എന്താ അവള് ചോദിച്ചാ? അവളെ കാണാൻ ഭംഗിയുണ്ടോന്ന് എന്താ നിന്റെ അടുത്ത് അവള് ചോദിച്ചാ? വെറുതെ എന്തിനാണ് ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്? എനിക്ക് ഒന്നുമല്ല നിന്റെ പ്രശ്നം, നിനക്ക് നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. സ്ത്രീ വിരുദ്ധനാന്ന് പോലും ഇങ്ങനെ പെണ്ണുങ്ങളെ ചൊറിയാൻ പോയിട്ട് അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ് എനിക്ക്. വെറുതെ വള്ളി പിടിക്കുന്ന കേസ് ഇവൻ. അടുത്ത നമ്മളെ പരിപാടി രേണു സുധീന്റെ പൊറോട്ട് നടക്കും.
ഗൈസ് ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ റൂളാണ് നമ്മൾ പകല് കടന്നുറങ്ങാൻ പറ്റൂല ഗൈസ്. അങ്ങനെ രണാസുന ചേച്ചി ഒരു പുതിയ നിഞ്ച ടെക്നിക് യൂസ് ചെയ്തു ഗൈസ്. തലവേദന നിഞ്ച ടെക്നിക്. ഈ നിഞ്ച ടെക്നിക് ഉറക്കം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു നിഞ്ച ടെക്നിക്കാണിത്. 2 മിനിറ്റ് കൂടുമ്പോൾ പെട്ടെന്ന് ചേച്ചിക്ക് തലവേദന വരും. അപ്പൊ പിന്നെ പോയി കിടക്കാലോ. കടന്നുറങ്ങിയാലും ആരും ഒന്നും പറയില്ലല്ലോ. കൂർക്കം വലിച്ച് കടന്നുറങ്ങുന്നു തലവേദന എന്നും പറഞ്ഞിട്ട്. അത് കയ്യോടെ പൊക്കി വന്നിട്ട് എന്തെന്നാടെ കാണേണ്ടി വരുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവരൊരു പാറ്റേണിലാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഒരു നാടകം കളിക്കുന്ന ഒരുത്തൻ, LGBT ഒരുത്തൻ, കരഞ്ഞു മെഴുകുന്ന ഒരുത്തൻ, വള്ളി പിടിക്കുന്ന ഒരുത്തൻ. ഇത് കണ്ടിട്ട് എനിക്ക് ഡൗട്ട് വരുന്നത് ഇത് മൃഗശാലയല്ല ഭ്രാന്താശുപത്രി. അടി ഇവന്റെ തൊണ്ടയിൽ എന്താ RX-100ന്റെ എക്സോസ്റ്റ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇതെന്താ സാധനം? ഇത് കടിക്കോ? ഇവനെ കടിച്ച് പേടിയാന്ന്. ഇവനെന്താ മുഴുങ്ങോ? എന്താ മച്ചാനെ സീനാണോ? ഇവൻ ഏതാടാ ഇവൻ? പെണ്ണുങ്ങളെ പേടിപ്പിക്കുന്ന ഒച്ചയിട്ട്. മാസ് തന്നെ അണ്ണാ നിങ്ങൾ. വേറെ കുറെ വാണങ്ങളുണ്ട് ഈ ഒച്ചയിട്ട് പേടിപ്പിക്കുന്ന വാണങ്ങൾ. ഇവൻ അതിലൊന്നാണ്. അടി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഇവരിങ്ങനെ വെറുതെ സൗണ്ട് ഉണ്ടായിക്കോളാം എന്നിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക. എന്താടാ നീ മാസ് തന്നെയാടാ നീ മാസ്. അണ്ണാ അതല്ല സിനിമയില് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഡയലോഗ് അടിച്ചു നോക്കണം. അടിക്കാൻ അറിയുന്നവൻ കണ്ണു മുറിയാൻ അടിച്ചു തരും. എടി ഇത് എന്താടാ? ഇത് കേക്കല്ല ബിസ്ക്കറ്റ്. ഇതിന്റെ തൊണ്ടയിൽ എന്താ ഓലപ്പീപ്പി ഉണ്ടാ? ഇത് എന്താടാ? ഇത് വെച്ചിട്ട് വെറുപ്പിക്കുന്ന അങ്ങനെ വേറൊന്നും. ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ ദിവസം എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ഉണ്ടാവാ. രണ്ടാമത്തെ ദിവസം ശരിക്കും ആൾക്കാരെ സ്വഭാവം പുറത്തു വരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ബിഗ് ബോസിനെ വിറ്റ് ജീവിക്കുന്ന വേറെ കുറെ എണ്ണുണ്ട്. ബിഗ് ബോസ് ഇറങ്ങുന്നതിന് മുമ്പേ ഇവര് ബിഗ് ബോസിനെ വിറ്റ് ജീവിക്കാൻ തുടങ്ങി. ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റ്, ബിഗ് ബോസിൽ ആരെല്ലാം വരും, എങ്ങനെയായിരിക്കും ബിഗ് ബോസ്, എത്ര വർഷം ഉണ്ടാവും, ഇതിനെക്കുറിച്ചല്ല ഇവര് വീഡിയോ ചെയ്ത് നല്ല റീച്ച് കൊണ്ട് നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇവര്. ഇതാ 12 പേര് BB മലയാളം 7ലേക്ക് 100% കൺഫേം. ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എടുക്കുന്നത് ഇവരാണ് ഗൈസ്. ബിഗ് ബോസിന് വേണ്ടി മാത്രം ഒരുത്തനോട് ചാനൽ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഈ ചാനലിനകത്ത്. ബിഗ് ബോസ് ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ അണ്ണന്റെ കഞ്ഞുകൂടി വരെ മുട്ടും. അടുത്ത ചാനലാണ് ബിഗ് ബോസ് മല്ലു ടോക്സ്. ചേച്ചി നമുക്ക് ഉറക്കം പോലും ഇല്ലാണ്ട് ബിഗ് ബോസിന്റെ പരദൂഷണം നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സീസൺ 4 ഉറങ്ങാനേ പറ്റിയിട്ടില്ല. സീസൺ 5 ഉറക്കം തന്നെയാണ്. ബിഗ് ബോസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കും നാട്ടുകാർക്ക്. ബിഗ് ബോസിൽ ആരൊക്കെ അപ്പിട്ടു, ബിഗ് ബോസിൽ ആരൊക്കെ അടിയുണ്ടാക്കി, ബിഗ് ബോസിൽ ആരൊക്കെ ഒച്ച വെച്ചു, ബിഗ് ബോസിൽ ആരൊക്കെ കരഞ്ഞു, ബിഗ് ബോസിൽ ആരൊക്കെ തൂറാമുട്ടി, ബിഗ് ബോസിൽ ആരെല്ലാം എലിമിനേറ്റ് ആയി, ബിഗ് ബോസിലെ ആൾക്കാരുടെ വയസ്സ്, ബിഗ് ബോസിലെ ആൾക്കാരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ്. എന്റെ പോനി ചങ്ങായി എത്ര വീഡിയോസ് ആയി ഇവര് ചെയ്യുന്നത്. ബിഗ് ബോസിന്റെ വീഡിയോ ചെയ്ത് മാത്രമേ ഇവർക്ക് ഇന്റർവ്യൂ കിട്ടി. എന്നാലും നാട്ടുകാർക്ക് ബിഗ് ബോസിനെ കുറിച്ച് പരദൂഷണം പറഞ്ഞു കൊടുക്കാൻ കാണിച്ച ചേച്ചിന്റെ ഡെഡിക്കേഷൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഒരു പ്രാന്താശുപത്രി പരിപാടിയും എന്നിട്ട് ആ പരിപാടിന്റെ ബാക്കിൽ കുറെ ചാനൽസ് ഓടുന്നുണ്ട്. ആ പരിപാടി നിന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാം കഞ്ഞുകൂടി മുട്ടും. നിങ്ങളൊന്ന് നിർത്തടേ. നമ്മള് റിയാക്ഷൻ ചാനൽ കുറച്ച് വിറ്റ് ജീവിച്ചോട്ട് ബിഗ് ബോസിനെ. ഗൈസ് എല്ലാവരും വീഡിയോ ഫണ്ണായിട്ട് മാത്രം എടുക്കുക. ഗൈസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഗൈസ് ബിഗ് ബോസിലുള്ള ക്ലിപ്സും വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചുതരാം. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മളെ ചാനൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഗൈസ്. ബൈ ബൈ. Любит кот, фасит, он, да, без того.